പ്രൗഡ്ലി ഇതാണ് റീൽസിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. വാൽപ്പാറയുടെ മനോഹര കാഴ്ചകൾ. ഏതാണ്ടൊരു ഗ്യാപ്പ് റോഡ് വഴിയൊക്കെ സഞ്ചരിക്കുന്നൊരു ഫീല് നമുക്ക് ഈ ഒരു യാത്രയിൽ കിട്ടും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏഴാം സ്വർഗം എന്നറിയപ്പെടുന്ന വാൽപ്പാറയിലാണ് കേട്ടോ. ഓൾ കേരള ട്രിപ്പിൻ്റെ 19ാമത്തെ ദിവസം ഞാൻ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന തമിഴ്നാട്ടിലാണ്. വാൽപ്പാറ എന്ന കുഞ്ഞു സ്വർഗം കാണാൻ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി ഉള്ളത് കൊണ്ട് ഞാൻ TNRTC ബസ്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. പാലക്കാട് ഇന്നലെ എത്തി. ഇന്നലെ പാലക്കാട് നിന്ന് രാവിലെ പൊള്ളാച്ചിയിലെത്തി. പറമ്പിക്കുളം ടൈഗർ റിസർവെയറാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ആ പ്ലാനിങ് എല്ലാം ഫ്ലോപ്പായി. അങ്ങനെ ഫ്ലോപ്പായത് കൊണ്ട് ഇന്ന് നേരെ വാൽപ്പാറയ്ക്ക് പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് വാൽപ്പാറയിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ ഓൾ കേരള ട്രിപ്പ്. അപ്പോൾ മറ്റൊരു കാര്യം പറയാനുണ്ട്. നമ്മളിന്ന് തമിഴ്നാട് ട്രാൻസ്പോർട്ട് വണ്ടിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ട്രിപ്പ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ വാൽപ്പാറയിൽ നിന്ന് അല്പം കൂടെ ഇങ്ങ് ഫ്രണ്ടിലോട്ട് വന്നു. കുറേ ഫ്രണ്ടിലോട്ട് വന്നു. ലിഫ്റ്റ് അടിച്ചാണ് കേട്ടോ വന്നേ. കണ്ടോ ഇവിടുത്തെ ഒരു കാഴ്ച കണ്ടോ. തേയിലത്തോട്ടങ്ങൾ തട്ടായിട്ട് നിർത്തിയിരിക്കുന്നൊരു കാഴ്ച. എൻ്റെ പൊന്നേ. ഇവിടെ ആണെങ്കിൽ നമുക്ക് പെഡൽ ബോട്ടിങ്ങിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട്. ഇതിനകത്ത് മീനൊക്കെ ഉണ്ട് കേട്ടോ. മീൻ കിടന്ന് മറിയുന്നുണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല. എന്തായാലും വാൽപ്പാറയിൽ മാർക്കറ്റ് കണ്ടു. ഇതുപോലത്തെ മനോഹരമായ കാഴ്ച കണ്ടു. പിന്നെ നമ്മുടെ ആലിയാർ ഡാമിൻ്റെ കാഴ്ച നമ്മുടെ TNRTC ബസ്സിലിരുന്നു കൊണ്ട് കണ്ടു. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം ഇനി കാണണമെന്നുള്ളത് കൊണ്ട് ഞാൻ ബസ്സിലാണ് വന്നത്. ബൈക്ക് ഓടി പോയി കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ചകളൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വീഡിയോ വാൽപ്പാറയിലെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല മുല്ലപ്പൂവൊക്കെ രാവിലെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പോകേണ്ടത് എങ്ങോട്ടുണ്ട്? സ്ട്രൈറ്റ് തിരുപ്പൂർ, റൈറ്റ് പളനി, ലെഫ്റ്റ് കോയമ്പത്തൂർ. നമ്മുടെ ബസ് 11 മണിക്കാണ് കേട്ടോ ഇവിടെ നിന്ന് എടുക്കുന്നത്. വാൽപ്പാറയ്ക്ക് അരമണിക്കൂർ ഡിസ്റ്റൻസിൽ ബസ്സുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലത് സൈഡിലിരുന്നാൽ മാത്രമേ നമുക്ക് ആലിയാർ ഡാമിൻ്റെ വ്യൂ കണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സീറ്റിൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അത് ലേഡീസ് സീറ്റാണ്. അപ്പോൾ ആ ഒരു സീറ്റ് നമുക്കൊരു പ്രയോജനമില്ലാതായി പോകും. ബസ്സിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ കയറി. 64 രൂപയാണ് നമുക്ക് ഒരാൾക്ക് വാൽപ്പാറയ്ക്ക് ടിക്കറ്റ് വരുന്നത് പൊള്ളാച്ചിയിൽ നിന്ന്. കൃത്യം 11:05 ആയപ്പോൾ നമ്മുടെ ബസ് പൊള്ളാച്ചി സ്റ്റാൻഡിൽ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആലിയാർ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ആലിയാർ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി അകത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ അത്യാവശ്യം ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ് നിർത്തി തരും. ജസ്റ്റ് ഫ്രഷ് ആവാൻ, പിന്നെ വെള്ളം കുടിക്കണമെങ്കിൽ ആവാം. ബേക്കറി ഉണ്ട്. ഇവിടെ തന്നെ ടോയ്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു യാത്രയാണ്. അങ്ങനെ ആലിയാർന്ന് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഇനിയാണ് നമ്മൾ ചുരം കയറാൻ പോകുന്നത്.
അങ്ങനെ നമ്മൾ ആനമല ടൈഗർ റിസർവറിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആലിയാർ ഡാമിൻ്റെ കുറേ കാഴ്ചകൾ ഈ റൂട്ടിൽ കാണാൻ പറ്റും. അതാണ് ഈ റൂട്ടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. റോഡുകൾ മൊത്തം വളഞ്ഞ് പൊളഞ്ഞ് സെറ്റായിട്ട് കിടക്കുക. അടിപൊളി വെള്ളമുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ. ഇവിടെ കുരങ്ങന്മാരൊക്കെ ഇഷ്ടം പോലെ ഇരിക്കും. ആലിയാർ ഡാമിൻ്റെ വ്യൂ. എല്ലാം കൊഴിഞ്ഞു കേട്ടോ ഇവിടുത്തെ, ഏകദേശം കൊഴിഞ്ഞ്. റോഡ് പണിയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഗൈസ്. കോൺക്രീറ്റ് പൂത്ത് കിടക്കുന്നുണ്ടോ? അടിപൊളി. ഇത് അട്ടക്കാട്ടി. ഇനി ചുരം ഇറങ്ങുകയാണ്. ഇപ്പം ചുരം കയറിത്തീർന്നു എന്നാണ് തോന്നുന്നത്. ഇല്ല, ഇനിയുണ്ട് ചുരം കയറാനും ഇറങ്ങാനുമായിട്ട്. താഴെ റോഡ് കണ്ട അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഈ ചുരം കയറിയുള്ളൊരു യാത്ര ഒരു ഫീല് തന്നെയാണ് കേട്ടോ.
ആലിയാർ ഡാമിൻ്റെ ഒരു കാഴ്ച. ഈ ഒരു കാഴ്ചയാണ് ഈ ഒരു യാത്ര ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ കുരങ്ങന്മാരൊക്കെ ഇഷ്ടം പോലെ ഇരിക്കും. ആലിയാർ ഡാമിൻ്റെ വ്യൂ. ഹെയർ പിൻ ബെൻഡ് കൂടിയുണ്ട്. 40 ഹെയർ പിന്ന് ബെൻഡ് വരെയാണ് നമ്മൾ മുകളിലേക്ക് വരുന്നത്. ഒരുപാട് വാഹനങ്ങൾ ഈ റോഡിൽ ആക്സിഡൻ്റായും കംപ്ലൈൻ്റായും കിടപ്പുണ്ട്. ഈ ചുരം കയറുമ്പോൾ കംപ്ലൈൻ്റ് ആവുന്നതാണ്. ലോഡൊക്കെ വെച്ചുകൊണ്ട് ഇത്രയും വലിയൊരു ചുരം കയറി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പണികൾ കിട്ടുന്നതാണ്. വാട്ടർഫാൾ എന്നൊരു സ്ഥലം അടിപൊളി. ഇനി വെള്ളച്ചാട്ടമെല്ലാം ഉണ്ടോന്ന് തോന്നുന്നു. ഉണ്ടായിരിക്കും ചിലപ്പോൾ. പൂത്ത് കിടക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഓ അടിപൊളി. ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല അകത്തുള്ള ഇരുന്നിട്ട്. ഇതാണ് റീൽസിൽ ട്രെൻഡിങ് ആയി കളിക്കുന്ന ഒരു സ്ഥലം. വാൽപ്പാറയുടെ മനോഹര കാഴ്ചകൾ. തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പും ഈ ഒരു റോഡും, ഈ റോഡിലൂടെ ഒരു യാത്രയും എൻ്റെ പൊന്നി ഒരു രക്ഷയില്ല. പിന്നെ ഈ തേയിലത്തോട്ടങ്ങളുടെ ഈ ഒരു കാഴ്ച ഇങ്ങനെ കാണാനും വീഡിയോയിൽ പകർത്താനും വേണ്ടിയാണ് ഈ ഒരു ബസ് യാത്ര ഞാൻ പ്ലാൻ ചെയ്തത്. ഇത്രയും പൊക്കപ്പുറത്തുനിന്ന് ഈ തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ ഒരു കാഴ്ചയുണ്ട്. കാണിച്ചു തരാവേ. അടിപൊളി. ഇത്രയും പൊക്കപ്പുറത്തിരുന്ന് ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് ഈ ഒരു യാത്ര ഞാൻ വന്നത്. അല്ലെങ്കിൽ ബൈക്കിൽ തന്നെ ഞാൻ സഞ്ചരിക്കുമായിരുന്നു. പക്ഷേ വാൽപ്പാറയിൽ ഈ ചുരം കയറി ഇറങ്ങി വാൽപ്പാറയ്ക്ക് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പള്ളി, ഒരു ക്രഷർ, ഒരു ക്ഷേത്രം എല്ലാം ഉണ്ട്. പിന്നെ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ ഒരു കാഴ്ച. അയ്യർപ്പടി ഫസ്റ്റ് ക്ഷേത്രം, അതിൻ്റെ തൊട്ടടുത്ത് പള്ളി. പാറപ്പൊടിയും മെറ്റലെല്ലാം ഇറക്കിയിട്ടുണ്ട്. പണിക്കാണെന്ന് തോന്നുന്നു. കല്ലറകൾ സെമിത്തേരി ആവാനാണ് ചാൻസ്.
ആ ഷീറ്റിൻ്റെ പുറത്ത് പുല്ലൊക്കെ പൊടിച്ചിട്ട് ആ പുല്ല് വെയിൽ കൊണ്ട് കരിഞ്ഞു നിൽക്കുന്നൊരു കാഴ്ച ഉണ്ടോ. അയ്യർപ്പാടി ഗാർഡൻ ഹോസ്പിറ്റൽ. ഈ ഒരു ഹോസ്പിറ്റൽ, ഇതുപോലത്തെ ഹോസ്പിറ്റലൊന്നും നമ്മുടെ നാടുകളിലൊന്നും ഇപ്പോൾ കാണാനില്ല. ഈ ഓട് മേഞ്ഞ ഹോസ്പിറ്റലൊക്കെ. ഇത്ര വരെ ഒരു വിറ്റ് ഗൈസ്. ഫൈനലി നമ്മൾ വാൽപ്പാറ എന്ന കുഞ്ഞ് ഗ്രാമത്തിൽ എത്തിയിരിക്കുകയാണ്. ഫയർഫോഴ്സ് സ്റ്റേഷൻ. അടിപൊളി നേരെ ഹാണ്ടടിച്ച് ഓട്ടിക്കും എല്ലാവരും. ആഹാ, തിരക്ക് പിടിച്ച ഒരു കച്ചവട കേന്ദ്രം വാൽപ്പാറ. അങ്ങനെ നമ്മൾ ഫൈനലി വാൽപ്പാറ ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് കറങ്ങണം, ഈ മാർക്കറ്റൊക്കെ ഒന്ന് അടിച്ച് കറങ്ങണം. നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ പ്രതിമയൊക്കെ തൊട്ടടുത്ത് തന്നെ വച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഞ്ഞാണെങ്കിലും അത്യാവശ്യം തിരക്കുള്ളൊരു നഗരമാണ് നമ്മുടെ വാൽപ്പാറ എന്ന് പറയുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാവണം, അല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടാവണം. നല്ല തിരക്കാണ്. ഇവിടെ ആണെങ്കിൽ പല വെറൈറ്റി സാധനങ്ങൾ നമുക്ക് വാങ്ങിയാൽ കിട്ടും. നൊങ്ക്, ചക്കപ്പഴം, മാമ്പഴം, കൃഷി ഐറ്റംസ് എല്ലാം. ചക്ക, ഇങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് ഈ ഒരു മാർക്കറ്റിനകത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത്യാവശ്യം ഹോം സ്റ്റേയും റൂംസും ഹോട്ടൽസും പിന്നെ കാണാൻ ഒരുപാട് കാഴ്ചകൾ. തക്കാളിയൊക്കെ 2 കിലോ 30. എൻ്റെ പൊന്നെ, അത്രയും വിലക്കുറവാണ്. ഇവിടെ കൃഷി ചെയ്യുന്നതായതുകൊണ്ടാണ്. ഏകദേശം ഹോൾസെയിൽ റേറ്റിനൊക്കെ ആയിരിക്കും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് അല്ലേ? സത്യം, ആ ഒരു റേറ്റിനായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ അത്യാവശ്യം എല്ലാ കടകളിലും ഒരു മൈക്ക് സ്പീക്കർ വെച്ചിട്ട് അതിൽ കൂടെ അവർ വിളിച്ച് പറഞ്ഞ് റെക്കോർഡ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അയലമത്തി 100 അങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരിങ്ങനെ വിളിച്ച് പറയേണ്ട കാര്യവുമില്ല. വരുന്നവർക്ക് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ അമിട്ടൊക്കെ ഇരിപ്പുണ്ട്. അമിട്ട്, വെളുത്തുള്ളി എല്ലാം ഇവിടുത്തെ വാൽപ്പാറയിലെ കൃഷി ചെയ്തിട്ട് അവരിവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ വയ്ക്കുന്നതായിരിക്കും കേട്ടോ. മുന്തിരി, ആപ്പിൾ, തണ്ണിമത്തൻ, എൻ്റെ അമ്മ, മാമ്പഴം, അടിപൊളി, തേങ്ങ, പൂരി എല്ലാം കൊണ്ടും നമ്മുടെ അവിടെയൊക്കെ ഈ തമിഴ്നാട് മാർക്കറ്റിൽ നമ്മൾ പോകുന്ന പോലെയുണ്ട്. ഒരുപക്ഷെ ഇന്നെല്ലാവരും ലീവ് എടുത്ത് ഇറങ്ങിയതാവാനാണ് ചാൻസ്. പാക്ക്, ഗൊച്ച, ഉള്ളി, ചെരുപ്പ്, അത്യാവശ്യം നല്ലൊരു നമ്മുടെ ചാല മാർക്കറ്റിലൊക്കെ ഇറങ്ങിയൊരു ഫീൽ. അതാണ് ഈ ഒരു വാൽപ്പാറ മാർക്കറ്റിനകത്ത് ഇറങ്ങിയപ്പോൾ കിട്ടുന്നത്. തക്കാളി നല്ല ഫ്രഷ് തക്കാളിയാണ്. അടിപൊളി വെറൈറ്റി പലഹാരങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇഷ്ടംപോലെ റസ്ക്, ചോക്ലേറ്റ്, അതൊന്നും വാങ്ങണില്ല. തേങ്ങ, ആഹാ, ഇവിടെയൊക്കെ തേങ്ങ വിലക്കുറവായിരിക്കും. എന്തായാലും ചോദിക്കില്ല, ചോദിച്ച് ഇടി വാങ്ങാൻ വലിയ കൈസ് ഇടി വാങ്ങാം. പിന്നെ ഇവിടെ ആർക്കും ഹെൽമെറ്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അതിൻ്റെ വലിയ അഹങ്കാരങ്ങളൊന്നും ഈ നാട്ടുകാർക്കൊന്നുമില്ല എന്നത് നമ്മെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു സത്യമാണ്. നമ്മുടെ വാൽപ്പാറയുടെ ഉൾപ്രദേശങ്ങളിൽ പോകുന്ന ബസ്സാണ് ഈ പോകുന്ന TNRTCയുടെ ബസ്. പക്ഷെ ബൈക്കിൽ ഇവിടെ വന്നിരുന്നെങ്കിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പോകായിരുന്നു. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ചിന്നക്കല്ലാർ ഫാൾസ് ഉണ്ട്, നല്ലമുടി പൂഞ്ചോലൈ വ്യൂ പോയിൻ്റ്, കൊളകൈ റിവർ, നമ്പ്യാർ പാറൈ വ്യൂ പോയിൻ്റ് 18 കിലോമീറ്റർ. അങ്ങനെ ഇത്രയും സ്ഥലങ്ങളിൽ നമുക്ക് ഇവിടെ നിന്ന് പോകുമായിരുന്നു. പക്ഷേ തേഞ്ഞു പോയി. അങ്ങനെ നമ്മൾ ഈ വാൽപ്പാറ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്.